ഹായ് ഫ്രണ്ട്സ്, പാഠശാലയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2007 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ്. ഈ അടുത്ത് നടന്ന എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യമെങ്കിലും ഈ നിയമവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം 2007. ഇതിൽ 7 അധ്യായങ്ങളും 32 വകുപ്പുകളുമാണ് ആകെ ഉള്ളത്. 7 അധ്യായങ്ങളും 32 വകുപ്പുകളുമാണ് ഉള്ളത്. 7 അധ്യായങ്ങൾ ഏതെല്ലാമാണെന്നും അവയിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണെന്നും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാമാണെന്നും പരിശോധിക്കാം. അധ്യായം 1 പ്രാരംഭികം. 1 മുതൽ 3 വരെയുള്ള വകുപ്പുകളാണ് പ്രാരംഭികത്തിൽ ഉൾക്കൊള്ളുന്നത്. അധ്യായം 2 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം. വകുപ്പ് 4 മുതൽ 18 വരെ. അധ്യായം 3 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 19. അധ്യായം 4 മുതിർന്ന പൗരന്മാരുടെ വൈദ്യപരിശോധനയ്ക്കുള്ള വ്യവസ്ഥകൾ. വകുപ്പ് 20. അധ്യായം 5 മുതിർന്ന പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം. വകുപ്പ് 21 മുതൽ 23 വരെ. അധ്യായം 6 കുറ്റങ്ങൾ വിചാരണയ്ക്കുള്ള നടപടിക്രമം. വകുപ്പ് 24 25. അധ്യായം 7 പലവക. വകുപ്പ് 26 മുതൽ 32 വരെ. ഇനി വകുപ്പുകൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. ഓരോ അധ്യായത്തിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പുകൾ മാത്രം പരിശോധിച്ച് പോകാം. അധ്യായം 1 പ്രാരംഭികമാണെന്ന് പറഞ്ഞു. അതിൽ വരുന്ന ആദ്യത്തെ വകുപ്പാണ് 1. വകുപ്പ് 1-ൽ ഈ ആക്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ആക്ട് 2007 എന്നറിയപ്പെടുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഈ ആക്ടിൻ്റെ പേര് എന്താണ് എന്ന് പറയുന്നതാണ് വകുപ്പ് 1. വകുപ്പ് 2 നിർവചനങ്ങളെക്കുറിച്ച് പറയുന്നു. നിർവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു വകുപ്പാണ്. വകുപ്പ് 2 നിർവചനങ്ങൾ. പലതരത്തിലുള്ള നിർവചനങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾ, സംരക്ഷണം, മൈനർ, ആരാണ് മുതിർന്ന പൗരൻ, മുതിർന്ന പൗരൻ ആരാണെന്നുള്ള ആ ഒരു നിർവചനം ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഓരോ നിർവചനങ്ങൾ എന്താണെന്നെടുത്ത് പരിശോധിക്കാം. ഈ ആക്ടിൽ കുട്ടികൾ എന്ന് പറയുന്നത് മകനും മകളും പൗത്രനും പൗത്രിയും ഉൾപ്പെടുന്നു. അതിൽ മൈനർ ഉൾപ്പെടുന്നില്ല. ഇതാണ് കുട്ടികൾ എന്ന നിർവചനത്തിൽ വരുന്നത്. മകനും മകളും പൗത്രനും പൗത്രിയും ഉൾപ്പെടുന്നു, എന്നാൽ മൈനർ ഉൾപ്പെടുന്നില്ല. മൈനർ എന്നാൽ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 വ്യവസ്ഥകൾ പ്രകാരം പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആൾ എന്നാണ് ഇവിടെ നിർവചിച്ചിട്ടുള്ളത്. മൈനർ എന്നാൽ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 പ്രകാരം പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആൾ എന്നാണ് മൈനർ എന്നതിന് നിർവചനം. സംരക്ഷണം എന്നതിൽ നിർവചിക്കുന്നത് ആഹാരത്തിനും വസ്ത്രത്തിനും വസതിക്കും വൈദ്യ ശുശ്രൂഷയ്ക്കും ചികിത്സയ്ക്കുമുള്ള സംരക്ഷണം എന്നാണ് ഇവിടെ പറയുന്നത്. മാതാവോ പിതാവോ എന്ന നിർവചനത്തിൽ വരുന്നത് ജീവശാസ്ത്രപരമായോ ദത്തുപരമായോ ആയ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാം അച്ഛനോ രണ്ടാം അമ്മയോ ആയൊരു മുതിർന്ന പൗരൻ എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു നിർവചനമാണ് ആരാണ് മാതാവ് അല്ലെങ്കിൽ ആരാണ് പിതാവ് എന്നുള്ളതിനുള്ള നിർവചനം. മാതാവോ പിതാവോ എന്നാൽ ദത്തുപരമായിട്ട് മാതാവോ പിതാവോ ആകാം, അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായി നമ്മുടെ ജന്മം തന്നവരാരാണോ അവരാകാം, മാതാവോ പിതാവോ ആകാം. അതുമല്ലെങ്കിൽ രണ്ടാം അച്ഛനോ രണ്ടാം അമ്മയോ ആകാം. ഇത്രയും ആൾക്കാരാണ് മാതാവോ പിതാവോ എന്ന ഗണത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വസ്തുതയാണിത്. മറ്റൊരു പ്രധാന നിർവചനമാണ് ആരാണ് മുതിർന്ന പൗരൻ എന്നതിനുള്ള നിർവചനം. 60 വയസ്സ് കഴിഞ്ഞ ഭാരതീയനായ ഒരാളായിരിക്കും മുതിർന്ന പൗരൻ എന്നറിയപ്പെടുക. LDC പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ ചോദ്യം കൂടിയാണിത്. ആരാണ് മുതിർന്ന പൗരൻ? 60 വയസ്സ് കഴിഞ്ഞ ഭാരതീയനായ ഒരാൾ. അടുത്തൊരു നിർവചനം ബന്ധു ആരാണ് എന്നുള്ളതാണ് നിർവചിക്കുന്നത്. ബന്ധു
പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു നിർവചനമാണ് ആരാണ് ബന്ധു എന്നുള്ളൊരു നിർവചനം. ശ്രദ്ധിച്ച് പഠിക്കുക. ബന്ധു എന്നാൽ സന്താനമില്ലാത്ത ഒരു മുതിർന്ന പൗരൻ്റെ മൈനർ അല്ലാത്തതും അയാളുടെ വസ്തു കൈവശമുള്ളതോ മരണശേഷം അയാളുടെ വസ്തുവിൻ്റെ പിന്തുടർച്ച അവകാശമുള്ളതോ ആയ നിയമാനുസൃതമായ അനന്തരാവകാശിയാണ് ബന്ധു എന്ന് വിളിക്കുക. അവിടെ രക്തബന്ധം വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. മറിച്ച് ഒരാൾ അയാളുടെ സ്വത്ത് ആരുടെ പേരിലാണോ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അയാളാണ് ബന്ധു എന്നാണ് ഇവിടെ പറയുന്നത്. ബന്ധു എന്നാൽ സന്താനമില്ലാത്തൊരു മുതിർന്ന പൗരൻ അയാളുടെ മൈനർ അല്ലാത്തതും വസ്തു കൈവശമുള്ളതോ മരണശേഷം അയാളുടെ വസ്തുവിന് പിന്തുടർച്ച അവകാശമുള്ളതോ ആയ നിയമാനുസൃതമായ അനന്തരാവകാശിയാണ് ബന്ധു എന്ന് വിളിക്കുന്നത്. ക്ഷേമം എന്നതിന് ഇവിടെ നിർവചനം കൊടുത്തിരിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ ആഹാരം, ആരോഗ്യ പരിരക്ഷ, വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തണമെന്നാണ് ക്ഷേമം എന്ന പാർട്ടിൽ നിർവചിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ വരുന്നത്. വകുപ്പ് 2 നിർവചനങ്ങളാണ്. ആ നിർവചനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. അടുത്തതായി അധ്യായം 2 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഇവിടെ 4 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. വകുപ്പ് 4 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെ പറ്റി പറയുന്നു. വകുപ്പ് 5 സംരക്ഷണത്തിനുള്ള അപേക്ഷയെക്കുറിച്ച് പറയുന്നു. ശ്രദ്ധിക്കുക, വകുപ്പ് 4 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെ പറ്റി പറയുന്നു. വകുപ്പ് 5 സംരക്ഷണത്തിനുള്ള അപേക്ഷയെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 5 പ്രകാരം സംരക്ഷണത്തിനുള്ള അപേക്ഷ ഒന്നോ അതിലധികമോ ആളുകൾക്കെതിരെ ഫയൽ ചെയ്യാം. സംരക്ഷണത്തിനുള്ള അപേക്ഷ ഒന്നോ അതിലധികമോ ആളുകൾക്കെതിരെ ഫയൽ ചെയ്യാം. 5-ാം വകുപ്പ് പ്രകാരം സംരക്ഷണത്തിനുള്ള പ്രതിമാസ ഭത്തയ്ക്കും നടപടി ചെലവുകൾക്കുമായി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ അങ്ങനെയുള്ള ആളിന് അപേക്ഷ സംബന്ധിച്ച നോട്ടീസ് നൽകിയ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. 5-ൽ പറയുന്ന മറ്റൊരു കാര്യമാണ് സംരക്ഷണത്തിനുള്ള പ്രതിമാസ ഭത്തയ്ക്കും നടപടി ചെലവുകൾക്കുമുള്ള അപേക്ഷ. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച ആളിന് നോട്ടീസ് നൽകിയ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലിഖിതമായി രേഖപ്പെടുത്തിയ കാരണങ്ങളിൽ മേൽ ട്രിബ്യൂണലിന് ഈ കാലയളവ് ഒരു പ്രാവശ്യം പരമാവധി 30 ദിവസത്തേക്ക് ദീർഘിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നോർമലി 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ എഴുതി നൽകിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ 30 ദിവസം കൂടി, ഒരു മാസം കൂടി അനുവദിക്കാവുന്നതാണ് എന്നും സെക്ഷൻ 5-ൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ സെക്ഷൻ 5-മായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വകുപ്പ് 6-ൽ പറയുന്ന കാര്യം, ഒരപേക്ഷ വാദം കേൾക്കുന്നതിന് മുമ്പ് അതൊരു അനുരഞ്ജന ഉദ്യോഗസ്ഥന് റെഫർ ചെയ്യാവുന്നതും ആ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തലുകൾ 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതും സൗഹാർദ്ദപൂർവമായ ഒത്തുതീർപ്പിൽ എത്തിച്ചേരുകയാണെങ്കിൽ ആ ഉത്തരവ് ട്രിബ്യൂണൽ പാസ്സാക്കുകയും വേണം. ഇതാണ് വകുപ്പ് 6-ൽ പറയുന്ന കാര്യം. അപ്പോൾ ഒരു അനുരഞ്ജന ഉദ്യോഗസ്ഥനെ വയ്ക്കാമെന്നും ആ അനുരഞ്ജന ഉദ്യോഗസ്ഥൻ 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ സമർപ്പിക്കണമെന്നും പറയുന്നതാണ് വകുപ്പ് 6. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വകുപ്പ് തന്നെയാണ്. ആരാകണം അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്നും ഈ വകുപ്പിൽ പറയുന്നുണ്ട്. അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്നാൽ 5-ാം വകുപ്പിൻ്റെ 1-ാം ഉപവകുപ്പിൻ്റെ വിശദീകരണത്തിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ 18-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാർ പദവി നിർദ്ദേശം ചെയ്തിട്ടുള്ള മെയിൻ്റനൻസ് ഓഫീസറോ അല്ലെങ്കിൽ ഈ ആവശ്യത്തിനായി ട്രൈബ്യൂണൽ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള ആൾ, ഇത്രയും ആൾക്കാരാണ് അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്നുള്ള ചുമതല വഹിക്കാൻ അർഹതപ്പെട്ടവർ. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ആരാണ് അനുരഞ്ജന ഉദ്യോഗസ്ഥൻ? 5-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയാകാം, അല്ലെങ്കിൽ 18-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഏതെങ്കിലും വ്യക്തിയാകാം. അവിടെ സർക്കാരാണ് അവിടെ നാമനിർദ്ദേശം ചെയ്യുക. അതുമല്ലെങ്കിൽ ട്രൈബ്യൂണൽ നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പ്രതിനിധി ആകാം. ഇത്രയും വ്യക്തികൾക്കാണ് അനുരഞ്ജന ഉദ്യോഗസ്ഥനാകാനുള്ള അവകാശം ഈ ബില്ലിൽ പറയുന്നത്. ഇവർ 1 മാസത്തിനുള്ളിൽ ഇവരുടെ കണ്ടെത്തലുകൾ സമർപ്പിക്കണമെന്നും പറയുന്നു. അടുത്തത് വകുപ്പ് 7 മെയിൻ്റെനൻസ് ട്രിബ്യൂണലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 7.
ഓരോ സബ് ഡിവിഷനിലേക്കും ഒന്നോ അതിലധികമോ ട്രിബ്യൂണൽ രൂപീകരിക്കാമെന്ന് പറയുന്നതാണ് വകുപ്പ് 7. ഒരു സംസ്ഥാനത്തെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരാളാകണം ട്രിബ്യൂണൽ അധ്യക്ഷനെന്നും മെയിൻ്റനൻസ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വകുപ്പ് 7 പറയുന്നു. അപ്പോൾ ഓരോ സബ് ഡിവിഷനിലേക്കും ഒന്നോ അതിലധികമോ ട്രിബ്യൂണൽ രൂപീകരിക്കാം. ഒരു സംസ്ഥാനത്തെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരാളാകണം ട്രൈബ്യൂണൽ അധ്യക്ഷനെന്നും ഈ വകുപ്പ് 7 പറയുന്നു. അടുത്തത് വകുപ്പ് 8. വകുപ്പ് 8 അന്വേഷണ വിചാരണയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വകുപ്പ് 8. ഇവിടെ സാക്ഷികളുടെ ഹാജർ നിർബന്ധമാക്കാനും അന്വേഷണത്തിനും 1973 ക്രിമിനൽ നടപടിക്രമ പ്രകാരം ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതാണ് വകുപ്പ് 8. അതുപോലെ അന്വേഷണ വിചാരണയ്ക്ക് പ്രസക്തമായ ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേക വിജ്ഞാനമുള്ള ഒന്നോ അതിലധികമോ ആളുകളെ അന്വേഷണ വിചാരണ നടത്തുന്നതിൽ സഹായിക്കാനായി തിരഞ്ഞെടുക്കാമെന്നും പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, അന്വേഷണ വിചാരണയുടെ പ്രസക്തമായ ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രത്യേക വിജ്ഞാനമുള്ള ഒന്നോ അതിലധികമോ ആളുകളെ അന്വേഷണ വിചാരണ നടത്തുന്നതിൽ സഹായിക്കാനായിട്ട് തിരഞ്ഞെടുക്കാമെന്നും പറയുന്നുണ്ട്. അടുത്തത് വകുപ്പ് 9. സംരക്ഷണത്തിനുള്ള ഉത്തരവിനെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 9. ട്രിബ്യൂണലിന് ഉത്തരവിടാൻ കഴിയുന്ന പരമാവധി മെയിൻ്റനൻസ് അലവൻസ് 10,000 രൂപയിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്നതാണ് വകുപ്പ് 9. സംരക്ഷണത്തിനുള്ള ഉത്തരവാണ് വകുപ്പ് 9. വകുപ്പ് 10 ബത്തിയിൽ വ്യത്യാസം വരുത്തുന്നതിനെ പറ്റി പറയുന്നതാണ് വകുപ്പ് 10. വകുപ്പ് 11 സംരക്ഷണ ഉത്തരവ് നടപ്പിലാക്കലിനെ പറ്റി പറയുന്നു. വകുപ്പ് 11 വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സംരക്ഷണ ഉത്തരവിൻ്റെ ഒരു പകർപ്പും നടപടി ചെലവും സംബന്ധിച്ച ഉത്തരവുകൾ ഉൾപ്പെടെ ആർക്ക് അനുകൂലമായിട്ടാണോ വിധി അവർക്ക് യാതൊരു ഫീസും കൂടാതെ നൽകണമെന്ന് വകുപ്പ് 11 പറയുന്നു. ആർക്ക് അനുകൂലമായിട്ടാണോ വിധി ആ ആളുകൾക്ക് ഈ ഉത്തരവിൻ്റെ ഒരു പകർപ്പും നടപടി ചെലവ് സംബന്ധിച്ച ഉത്തരവുകളും ഉൾപ്പെടെ അവർക്കൊരു പകർപ്പ് സൗജന്യമായി കോടതി നൽകണമെന്ന് പറയുന്നത് വകുപ്പ് 11. വകുപ്പ് 12 ചില കേസുകളിൽ സംരക്ഷണം സംബന്ധിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നു. വകുപ്പ് 13 സംരക്ഷണ തുക നിക്ഷേപിക്കൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വകുപ്പാണ് 13 സംരക്ഷണ തുക നിക്ഷേപിക്കൽ. ട്രിബ്യൂണൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഉത്തരവായ മുഴുവൻ തുകയും ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ നിക്ഷേപിക്കണമെന്ന് പറയുന്നതാണ് വകുപ്പ് 13. അപ്പോൾ സംരക്ഷണ തുക എവിടെ നിക്ഷേപിക്കണമെന്ന് ട്രിബ്യൂണൽ പറയും, ആ സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് 30 ദിവസത്തിനുള്ളിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 13. വകുപ്പ് 14 എന്തെങ്കിലും അവകാശവാദം അനുവദിച്ചിട്ടുള്ളിടത്ത് പലിശ നൽകൽ എന്നതിനെ പറ്റി പറയുന്നു. വകുപ്പ് 15 അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 15. അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 15. സംസ്ഥാന സർക്കാരിന് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായി അപ്പീൽ കേൾക്കാനായി ഓരോ ജില്ലയ്ക്കും ഒരു അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കാമെന്ന് പറയുന്നത് വകുപ്പ് 15. സംസ്ഥാന സർക്കാരിന്, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ആരാണ്? സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയ്ക്കും ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലിനെ നിയമിക്കാം. ഇനി ആരാവണം അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള കാര്യമാണ്. ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പദവിക്ക് താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനാവണമെന്നാണ് പറയുന്നത്. ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പദവിയിൽ താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷനാവണമെന്ന് പറയുന്നു. വകുപ്പ് 16 അപ്പീലുകളെക്കുറിച്ച് പറയുന്നു. ട്രിബ്യൂണൽ ഉത്തരവിന്മേൽ ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അപ്പീൽ കാലാവധിക്ക് ശേഷവും അപ്പീൽ പരിഗണിക്കാമെന്നും ഈ വകുപ്പ് 16 പറയുന്നുണ്ട്. വകുപ്പ് 15 അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണം. വകുപ്പ് 16 അപ്പീലുകളെക്കുറിച്ച് പറയുന്നു. അത് 60 ദിവസത്തിനുള്ളിൽ നൽകണമെന്നും പറയുന്നുണ്ട്. അടുത്തത് വകുപ്പ് 17 നിയമപരമായി പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള അവകാശം. നിയമപരമായി പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള അവകാശം. ഒരു ട്രിബ്യൂണലിൻ്റെയോ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെയോ മുമ്പാകെയുള്ള ഒരു നടപടിയിലെ യാതൊരു കക്ഷിക്കും ഒരു അഭിഭാഷകൻ മുഖേന പ്രതിനിധാനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് വകുപ്പ് 17. വകുപ്പ് 18 മെയിൻ്റനൻസ് ഓഫീസർ എന്നുള്ള തസ്തികയെക്കുറിച്ച് പറയുന്നു. അഭിഭാഷകൻ മുഖേന ഹാജരാകാൻ പറ്റില്ല, പ്രതിനിധാനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് 17. അപ്പോൾ ആരാണ് അവിടെ പ്രതിനിധാനം ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് വകുപ്പ് 18. മെയിൻ്റനൻസ് ഓഫീസർ പ്രതിനിധാനം ചെയ്യണമെന്ന് പറയുന്നതാണ് വകുപ്പ് 18.
സംസ്ഥാന സർക്കാർ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറെയോ അല്ലെങ്കിൽ ഒരു ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനെയോ മെയിൻ്റെനൻസ് ഓഫീസറായി നിയമിക്കണമെന്ന് പറയുന്നതാണ് വകുപ്പ് 18. 4 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ അധ്യായം 2 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. വകുപ്പ് 4 മുതൽ 18 വരെയുള്ളതാണ്. അവിടെ വരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്തത് അധ്യായം 3 വാർദ്ധക്യ കാലഗൃഹങ്ങൾ സ്ഥാപിക്കൽ, വകുപ്പ് 19. ഇവിടെ പറയുന്നൊരു കാര്യമാണ് ഓരോ ജില്ലയിലും കുറഞ്ഞത് 1 വീതം, അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ കുറഞ്ഞത് 150 അഗതികളായ മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകണമെന്ന് പറയുന്നു. അപ്പോൾ ഓരോ ജില്ലയിലും ഒരു വൃദ്ധസദനമെങ്കിലും വേണം. അവിടെ 150 പേരെ താമസിപ്പിക്കണമെന്ന് പറയുന്നത് വകുപ്പ് 19 അടുത്ത അധ്യായം 4 മുതിർന്ന പൗരന് വൈദ്യപരിശോധനയ്ക്കുള്ള വ്യവസ്ഥകൾ. അവിടെ വരുന്ന വകുപ്പ് 20. ഇവിടെ പറയുന്ന കാര്യം സംസ്ഥാന സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് കിടക്കകൾ സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ സർക്കാർ ഭാഗികമായി നടത്തുന്ന ആശുപത്രികളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് പറയുന്നു. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ, നമ്മളിപ്പോൾ വോട്ട് ചെയ്യാൻ പോയാലടക്കം മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഒരുക്കാറുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറയുന്നതാണ് വകുപ്പ് 20. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തണമെന്ന് പറയുന്നതും വകുപ്പ് 20 തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ളവരുടെ പരിരക്ഷയ്ക്ക് ഓരോ ജില്ലാ ആശുപത്രികളിലും ഒരു മെഡിക്കൽ ഓഫീസർ തലവനായി സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റായി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണിത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ളവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഓരോ ജില്ലാ ആശുപത്രികളിലും ഒരു മെഡിക്കൽ ഓഫീസർ തലവനായി സൗകര്യങ്ങൾ വിലയിരുത്തണമെന്ന് പറയുന്നു. അടുത്തത് അധ്യായം 5 കുറിച്ചാണ് നമ്മൾ പറയാനായി പോകുന്നത്. അധ്യായം 5 മുതിർന്ന പൗരന് ജീവനും സ്വത്തിനും സംരക്ഷണം എന്നുള്ളതാണ് പറയുന്നത്. വകുപ്പ് 21 പറയുന്നത് സംസ്ഥാന സർക്കാർ മുതിർന്ന പൗരൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രചാരണവും ബോധവൽക്കരണവും നടത്തണമെന്ന് പറയുന്നതാണ് വകുപ്പ് 21. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രചാരണവും ബോധവൽക്കരണവും നടത്തണമെന്ന് പറയുന്നതാണ് വകുപ്പ് 21. വകുപ്പ് 22 പറയുന്ന കാര്യം ഈ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനായി നിർദ്ദേശിക്കാവുന്ന അധികാര സ്ഥാനങ്ങൾ ആരെല്ലാം എന്ന് പറയുന്നതാണ് വകുപ്പ് 22. ഈ 2 വകുപ്പുകളാണ് അധ്യായം 5 വരുന്നത്. അടുത്തത് അധ്യായം 6 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അധ്യായം 6. അധ്യായം 6 പറയുന്നത് കുറ്റങ്ങൾ വിചാരണയ്ക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വകുപ്പ് 24. മുതിർന്ന പൗരനെ അരക്ഷിതാവസ്ഥയിലാക്കലോ ഉപേക്ഷിക്കലോ, അതാണ് വകുപ്പ് 24 പറയുന്ന കാര്യം. വകുപ്പ് 24 പറയുന്നത് സംരക്ഷണ ചുമതലയുള്ളവർ വയോജനങ്ങളെ ഉപേക്ഷിച്ചാൽ അവർക്ക് 5000 രൂപ പിഴയോ 3 മാസം തടവോ ലഭിക്കാവുന്നതാണെന്ന് പറയുന്നതാണ് വകുപ്പ് 24. സംരക്ഷണ ചുമതലയുള്ളവർ ഉപേക്ഷിച്ചാൽ 5000 രൂപ പിഴയോ 3 മാസം തടവോ നൽകാവുന്നതാണ് എന്ന് പറയുന്നതാണ് വകുപ്പ് 24. വകുപ്പ് 25 കുറ്റങ്ങൾ നടപടിക്കെടുക്കൽ, ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഈ ആക്ടിനകത്ത് വരുന്നതെന്ന് പറയുന്നതാണ് വകുപ്പ് 25. അടുത്തത് അധ്യായം 7 അധ്യായം 7 പല വകയാണെന്ന് പറഞ്ഞു. ഇതിലൊന്നും പെടാത്ത, നമ്മൾ ഇത്ര നേരം പറഞ്ഞ അധ്യായങ്ങളിൽ വരാത്ത കാര്യങ്ങളാണ് അധ്യായം 7 വരുന്നത്. അധ്യായം 7 പ്രധാനപ്പെട്ടൊരു വകുപ്പ് 32. വകുപ്പ് 32 പറയുന്ന കാര്യം ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് വകുപ്പ് 32. ഇത്രയുമാണ് വയോജന സംരക്ഷണ നിയമം 2007 ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായവർ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.